Okay, in medical terminology, semester 2 hospital management, unit 3 and 4 ആണ് നോക്കുന്നത്. അപ്പം ഇതിനകത്ത് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 1, വാട്ട് ഈസ് എ വേർഡ് റൂട്ട് ഇൻ മെഡിക്കൽ ടെർമിനോളജി? വേർഡ് റൂട്ട് എന്ന് പറയുന്നത് എൻ്റെ മെയിൻ ആയിട്ടുള്ള മീനിങ് ഉള്ള വേർഡാണ് വേർഡ് റൂട്ട് എന്ന് പറയുന്നത്. അപ്പം ബേസിക് ആയിട്ടുള്ള വേർഡ് എന്താണ്, അതാണ് വേർഡ് റൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ സി ആണ്, ബേസിക് മീനിങ് ഓഫ് ദി ടേം. ആൻസർ സി ആണ്. Question number 2, root thermomix. Thermomix temperature ആണ് എൻ്റെ ഉദ്ദേശം. അപ്പം ഹീറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ആൻസർ ബി ആണ്. അപ്പം ബേസിക്കലി ചൂട് അല്ലെങ്കിൽ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഹീറ്റ് ആണ് അതിനകത്ത് ഉദ്ദേശിക്കുന്നത്. ആൻസർ ബി ആണ്. Root GNO means ആൻസർ നമുക്ക് നോളജ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ അങ്ങനെയാണ്. GN ഇപ്പോൾ പ്രോഗ്നോസിസ്, ഡയഗ്നോസിസ്, അപ്പോൾ എല്ലാത്തിലും GN എന്നൊരു വാക്ക് വരുന്നുണ്ട്. അപ്പോൾ ആൻസർ ടു നോ എന്നാണ് ആൻസർ എ ആണ്. കാർസിനോമ മീൻസ് അത് റിഫർ ചെയ്യുന്നത് ക്യാൻസർ അല്ലെങ്കിൽ ട്യൂമറിനെയാണ് റിഫർ ചെയ്യുന്നത്. ആൻസർ ബി ആണ്. നിയോപ്ലാസം മീൻസ് ന്യൂ പ്ലാസം മീൻസ് ഗ്രോത്ത് ആണ്. പുതിയതായിട്ട് വളർന്നു വരുന്ന സാധനത്തിന് ന്യൂ പ്ലാസം എന്ന് പറയുന്നത്. യൂഷ്വലി അത് ക്യാൻസറിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതിൻ്റെ ആൻസർ ന്യൂ ഗ്രോത്ത് അല്ലെങ്കിൽ ബി ആണ്. ബൈപ്പെഡ് മീൻസ് ബൈ മീൻസ് രണ്ട്, പെഡ് മീൻസ് കാലെന്നാണ്. അപ്പോൾ ഇതിനകത്ത് രണ്ട് കാലുള്ളത് ബൈപ്പെഡ്. ഹ്യൂമൻ ബീങ്സ് ഒക്കെ ബൈപ്പെഡ് ആണ്, 2 feet ഉള്ളതാണ് ബൈപ്പെഡ്. ആൻസർ ബി ആണ്. ഹൈപ്പോഗ്ലൈസിമിയ നമുക്കറിയാം ഷുഗർ കുറയുന്ന അവസ്ഥ. ഹൈപ്പോ മീൻസ് കുറവ്, ഗ്ലൈസിമിയ ഷുഗർ ആണ്. അപ്പോൾ ലോ ബ്ലഡ് ഷുഗർ. ആൻസർ ബി ആണ്. പെരികാർഡൈറ്റിസ്. കാർഡൈറ്റിസ് മീൻസ് ഹാർട്ടാണ്. പെരികാർഡൈറ്റിസ് ഹാർട്ടിൻ്റെ പുറത്തുള്ള കവറിംഗ് ആണ് പെരികാർഡിയം. അതിൽ ഇൻഫ്ലമേഷൻ വരുമ്പോൾ പെരികാർഡൈറ്റിസ് എന്ന് പറയുന്നത്. ആൻസർ ബി ആണ്. 2 root വേർഡ് എക്സാമ്പിൾ. 2 റൂട്ടുള്ള വേർഡ്സ് ചിലപ്പോൾ ഉണ്ടാകും. അപ്പം അതിനകത്ത് 2 കാര്യങ്ങൾ ഒന്നിച്ച് ഒരു 2 മീനിങ് ഉള്ള വാക്കുകൾ അതിനകത്ത് കമ്പയർ ചെയ്തുണ്ടാക്കും. അതിന് 2 root വേർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ആൻസർ ബി ആണ്. ബയോസ്റ്റാറ്റിസ്റ്റിക്സ്. ബയോ എന്നൊരു വാക്ക് ആൻഡ് ബയോ മീൻസ് ബയോളജി എന്നൊരു വാക്ക്, സ്റ്റാറ്റിസ്റ്റിക്സ് എൻ്റെ കണക്കാണ്. അപ്പോൾ ബയോസ്റ്റാറ്റിസ്റ്റിക്സ് 2 root വേർഡ് ആണ്. ആൻസർ ബി ആണ്. എറിത്രോബ്ലാസ്റ്റ് റെഫേഴ്സ് ടു RBC. RBCയുടെ തൊട്ട് മുമ്പുള്ള സെല്ല് എറിത്രോബ്ലാസ്റ്റ് എന്നാണ്. RBC നമ്മൾ എറിത്രോസൈറ്റ് എന്ന് പറയും. അതിന് തൊട്ട് മുമ്പുള്ള അതിൻ്റെ അതിൽ നിന്ന് വരുന്ന ഏതിൽ നിന്നാണ് അത് വരുന്നത്, അതിനാണ് എറിത്രോബ്ലാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ ബി ആണ്. റെഡ് സെൽ പ്രിക്കർസർ മീൻസ് അതിന് തൊട്ട് മുമ്പുള്ള സെല്ല്. RX മീൻസ് ഏത് ഡോക്ടേഴ്സിൻ്റെ പ്രിസ്ക്രിപ്ഷനിൽ മേലിൽ എഴുതുന്നതാണ്. RX അതിൻ്റെ മീനിങ് ടേക്ക് ഡൗൺ ആണ്. അപ്പം പ്രിസ്ക്രിപ്ഷൻ എഴുതുമ്പോൾ തുടക്കത്തിൽ നമ്മൾ എഴുതുന്ന RX എന്നുള്ള വാക്ക് സിമ്പിൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ബി ആണ് ആൻസർ, പ്രിസ്ക്രിപ്ഷൻ. സ്റ്റാറ്റ് മീൻസ് ഒരു തവണ കൊടുക്കുന്ന, ഇമ്മീഡിയറ്റ്ലി അപ്പോൾ തന്നെ കൊടുക്കുന്ന ഒരു മരുന്നാണ് സ്റ്റാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ ബി ആണ്. ഇമ്മീഡിയറ്റ്ലി എന്നുള്ളതാണ് എൻ്റെ മീനിങ് വരുന്നത്. PRN മീൻസ് ആസ് ആൻഡ് വെൻ നീഡഡ്. എപ്പോഴൊക്കെ ആവശ്യമുണ്ട് അതിനനുസരിച്ച്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു പനിക്കുള്ള ടാബ്ലറ്റ് കൊടുത്താൽ പനി ഉള്ളപ്പോൾ കഴിക്കാൻ മതി എന്ന് പറയുകയാണെങ്കിൽ അത് PRN ആണ്, ആസ് നീഡഡ്. ആൻസർ പി ആണ്. BID മീൻസ് 2 തവണ എന്നാണ് എൻ്റെ അർത്ഥം. രാവിലെ വൈകിട്ടും, അതായത് 12 hours ഗ്യാപ്പിൽ മരുന്ന് എടുക്കുന്നു BID എന്ന് പറയുന്നത്. ആൻസർ ബി ആണ്, ട്വൈസ് ഡെയിലി. PID മീൻസ് ട്വൈസ് ഡെയിലി. 8 മണിക്കൂറിൻ്റെ ഗ്യാപ്പിൽ നമ്മൾ മരുന്ന് എടുക്കുന്നു, ട്വൈസ് ഡെയിലി. അപ്പോൾ ആൻസർ സി ആണ്, 3 times a day. QID മീൻസ് 4 times a day. എല്ലാ 6 മണിക്കൂറിലും നമ്മൾ മരുന്ന് കഴിക്കുകയാണെങ്കിൽ ഇതിന് 4 times a day എന്ന് പറയും. അപ്പോൾ ആൻസർ ഡി ആണ്. PU മീൻസ് പെർ ഓറൽ റൂട്ട് വഴി കഴിക്കുന്നു. അപ്പോൾ ടാബ്ലറ്റ് കഴിക്കുന്ന, സിറപ്പ് കഴിക്കുന്ന ഓറൽ വഴിയാണ്. അപ്പോൾ പെർ ഓറൽ അല്ലെങ്കിൽ ബൈ മൗത്ത്. ആൻസർ ബി ആണ്. IV മീൻസ് ഇൻട്രാവീനസ് ആണ്. ഞരമ്പിൽ കൂടെ ഇഞ്ചക്ഷനോ മരുന്നോ കുത്തിയിരിക്കുന്ന ഇൻട്രാവീനസ് എന്ന് പറയുന്നത്. ആൻസർ ബി ആണ്. IM മീൻസ് ഇൻട്രാമസ്കുലർ ആണ്. മസിലിൽ നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കുന്നു, ഇൻട്രാമസ്കുലർ. ആൻസർ ബി ആണ്.
SC മീൻസ് സബ്ക്യൂട്ടേനിയസ്, സ്കിന്നിൻ്റെ തൊട്ട് താഴെ നമ്മൾ ഇഞ്ചക്ഷൻ കൊടുക്കുന്നത് സബ്ക്യൂട്ടേനിയസ് എന്ന് പറയും. ആൻസർ ബി ആണ്. HS മീൻസ് റോറാസൈനി എന്നാണ് അതിനർത്ഥം. അത് രാത്രി കഴിക്കുന്ന മരുന്നാണ്. അപ്പോൾ കിടക്കാൻ നേരത്തെ അല്ലെങ്കിൽ ബെഡ് ടൈമിൽ കഴിക്കുന്ന മരുന്ന്. ആൻസർ ബി ആണ്. AC മീൻസ് ആൻറ്റി സീബം എന്നാണ്. ഇത് ആഹാരത്തിന് മുമ്പ് കഴിക്കുന്നത്. AC മീൻസ് ബിഫോർ മീൽസ് ആണ്. ആൻസർ ബി ആണ്. PC മീൻസ് പോസ്റ്റ് സൈബം എന്ന് വെച്ചാൽ ആഹാരം കഴിച്ച് കഴിഞ്ഞിട്ട് കഴിക്കുന്നത്. അപ്പോൾ ആഫ്റ്റർ മീൽസ് ആണ്. ആൻസർ ബി ആണ്. NPO എന്ന് വെച്ചാൽ ആഹാരം ഒന്നും കഴിക്കാൻ പാടില്ല. ഓറലി നിൽ പെർ ഓറൽ എന്നാണ് എൻ്റെ അർത്ഥം. സാധാരണ പേഷ്യൻസ് സർജറിക്ക് മുമ്പൊക്കെ നമ്മൾ ആഹാരം കഴിക്കാതെ വയ്ക്കുക. അതിന് നിൽ പെർ ഓറൽ എന്ന് പറയും, NPO എന്ന് പറയും. ആൻസർ ബി ആണ്, നത്തിങ് ബൈ മൗത്ത്. SOS മീൻസ് ആവശ്യമുണ്ട്, എമർജൻസിക്ക് മാത്രം കഴിക്കുന്ന മരുന്നാണ്. ഇഫ് നീഡഡ്. അപ്പോൾ ആൻസർ ബി ആണ്, ഇഫ് നീഡഡ്. QD മീൻസ് ആൻസർ ഡെയിലി എന്നാണ്. QID അല്ല, QD രണ്ടും വ്യത്യാസമുണ്ട്. QD മീൻസ് ഡെയിലി എന്നാണ് ആൻസർ. ആൻസർ ബി ആണ്. QH എന്ന് വെച്ചാൽ എല്ലാ മണിക്കൂറിലും കഴിക്കണം. ഓവർലി ആണ് QH എന്ന് പറയുന്നത്. ആൻസർ ബി ആണ്. QOD എന്ന് വെച്ചാൽ എല്ലാ ഓൾട്ടർനേറ്റ് 2 ദിവസത്തിലൊരിക്കൽ കഴിക്കുന്ന മരുന്നിനെ QOD എന്ന് പറയുന്നത്. ആൻസർ ബി ആണ്, എവറി അതർ ഡേ. AMP മീൻസ് ഇഞ്ചക്ഷൻസിനെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് ഈ ഗ്ലാസിൻ്റെ ചെറിയ ആംപ്യൂളാണ്. അത് പൊട്ടിച്ചിട്ടാണ് നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കുന്നത്. അപ്പോൾ AMP മീൻസ് ആംപ്യൂളാണ് കേട്ടോ. ആൻസർ ബി ആണ്. ടാബ് മീൻസ് ടാബ്ലറ്റ് ആണ്. ബി ആണ് ആൻസർ. ക്യാപ് മീൻസ് ക്യാപ്സൂളാണ്. ആൻസർ എ ആണ്. സിറപ്പ് SIR മീൻസ് സിറപ്പാണ്. ചില കുട്ടികൾക്ക് മരുന്ന് കൊടുക്കുമ്പോൾ സിറപ്പായിട്ടാണ് കൊടുക്കുന്നത്. ആൻസർ എ ആണ്. സസ്പെൻഷൻ മീൻസ് വീണ്ടും സിറപ്പ് പോലെ തന്നെയാണ്. അതിനകത്ത് പല മരുന്നുകളും മിക്സ് ചെയ്തിട്ടുള്ള സസ്പെൻഡ് ആയിട്ട് കിടക്കും അതിനകത്ത്. ആൻസർ ബി ആണ്. സോൾ മീൻസ് സൊല്യൂഷൻ എന്നാണ്. പല മെഡിസിൻസും സൊല്യൂഷൻ ആയിട്ടാണ് കൊടുക്കുന്നത്. ആൻസർ എ ആണ്. GTT എന്ന് വെച്ചാൽ ഗുട്ട എന്ന് പറയും. ഗുട്ട എന്ന് വെച്ചാൽ ഡ്രോപ്സ് ആയിട്ട് കൊടുക്കുന്നു. പ്രത്യേകിച്ച് കുട്ടികൾക്ക് കൊടുക്കുന്ന ഡ്രോപ്സ് ആയിട്ടാണ്. അതാണ് ആൻസർ ബി ആണ്. UNG എന്ന് പറയുമ്പോൾ അഗൻറ്റം എന്ന് പറയുന്നത്. അത് ഓയിൻമെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് അഗൻറ്റം എന്ന് പറയുന്നത്. അതിന് ഷോർട്ട് ഫോം UNG ആണ്. ആൻസർ എ ആണ്. നെബ് എന്ന് വെച്ചാൽ നെബുലൈസറാണ്. നമ്മൾ ചില മെഡിസിൻസ് നമ്മൾ മെഷീൻ വഴി നെബുലൈസ് ചെയ്തിട്ട് പേഷ്യൻ്റ് ഇൻഹേൽ ചെയ്യാൻ കൊടുക്കുന്നു, പ്രത്യേകിച്ച് ആസ്മ പേഷ്യൻ്റൊക്കെ. ആൻസർ ബി ആണ്. MG മീൻസ് മില്ലിഗ്രാം ആണ്. ആൻസർ ബി ആണ്. ML മീൻസ് മില്ലി ലിറ്റർ ആണ്. ആൻസർ ബി ആണ്. kg കിലോഗ്രാം ആണ്. ആൻസർ ബി ആണ്. BP ബ്ലഡ് പ്രഷർ ആണ്. ആൻസർ ബി ആണ്. ECG ഇലക്ട്രോ കാർഡിയോഗ്രാം ആണ്. ഹാർട്ടിൻ്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ട്രേസ് ചെയ്യുന്നത്. ആൻസർ ബി ആണ്. MRI മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് ആണ്. ആൻസർ ബി ആണ്. സ്കാൻ ചെയ്യുന്ന ഒരു മെത്തേഡാണ്. CBC കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് ആണ്. ബ്ലഡിൻ്റെ ടെസ്റ്റ് ആണ്. ആൻസർ എ ആണ്. WBC വൈറ്റ് ബ്ലഡ് സെല്ലാണ്. ആൻസർ ബി ആണ്. RBC റെഡ് ബ്ലഡ് സെല്ലാണ്. ആൻസർ ബി ആണ്. UTI യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ആണ്. യൂറിനകത്ത് ഇൻഫെക്ഷൻ വരുമ്പോൾ, യൂറിനറി ട്രാക്ട് എന്ന് പറയുമ്പോൾ യൂറിറ്റർ, ബ്ലാഡർ, യുറത്ര ഇതെല്ലാം വരുന്നതാണ്. അപ്പം ആൻസർ ബി ആണ്. COPD ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് ആണ്. ശ്വാസം മുട്ട് വരുന്ന ഒരു അസുഖമാണ്. അപ്പം അത് ലങ്സിലെ ഡിസീസാണ്. ആൻസർ ബി ആണ്. ICU മീൻസ് ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ് ആണ്. ആൻസർ ബി ആണ്. സീരിയസ് പേഷ്യൻ്റ് കിടക്കുന്ന സ്ഥലമാണ്. ആൻസർ ബി ആണ്. അബ്രിവേഷൻസിൻ്റെ ഉപയോഗം എന്താണ്? പെട്ടെന്ന് നമ്മൾ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ അബ്രിവേഷൻ യൂസ് ചെയ്യാം. ടൈം സേവ് ചെയ്യാൻ പറ്റും.
ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് എഴുതേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ ആൻസർ ബി ആണ്, ക്വിക്ക് കമ്മ്യൂണിക്കേഷൻ. ഇനി എസ് എ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് നിങ്ങൾ സ്റ്റഡി മെറ്റീരിയലിൻ്റെ ആൻസേഴ്സ് ഡെവലപ്പ് ചെയ്തെടുക്കുക. ഓക്കെ, സോ താങ്ക് യു വെരി മച്ച്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഓക്കെ.